വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് മാർക്ക് ചെയ്യാനുള്ള കാരണം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇന്നലെ നോക്കിയാൽ കാണാം വലിയൊരു റിജക്ഷൻ തന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തതാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് പലതവണ ഈ ഒരു സോണിൽ വന്ന് മാർക്കറ്റ് പലതവണ റിയാക്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈയും കൂടി നടന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി അവിടെ ഒരു സപ്ലൈ നടന്നതിന് ശേഷം ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ബിൽഡ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ 4 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ്, നമ്മൾ നേരത്തെ വരച്ച ഒരു ഇംബാലൻസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അതൊന്ന് റിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയനെ. അപ്പോൾ ഇത്രയാണ് 4 ഹവറിലുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് പോയി 1 ഹവറിലേക്ക് നോക്കാം. 1 ഹവറിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ വരച്ച ഇംബാലൻസിൽ ഒരു റെസിസ്റ്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അവിടേക്ക് തന്നെയാണ് മാർക്കറ്റ് ഇറങ്ങി വന്ന് ഇത് വീണ്ടും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ 1 ഹവറിൽ പ്രത്യേകിച്ച് ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇനി 1 ഹവറിൽ അടയാളപ്പെടുത്താനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു ഇംബാലൻസ് ഉണ്ട്, അതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ മുകളിലുള്ള ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, മുകളിലുള്ള റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയയും കൂടി ഉണ്ട്. മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ചെറിയൊരു റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു മൂവ്മെന്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ചെറിയ റിയാക്ഷൻ ഒതുങ്ങായിരിക്കും. അപ്പോൾ ഇത്രയാണ് 1 ഹവറിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇതും നല്ലൊരു ഏരിയ തന്നെയാണ്. ഇതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ട്. ഇവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ചാർട്ടിൽ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഒരു തവണ തന്ന് വീണ്ടും റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ വന്ന് മുകളിൽ പോയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, പക്ഷെ അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപക്ഷെ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസ് മാത്രമല്ല ഇവിടെ ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് തന്ന ഏരിയയും കൂടിയാണ്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ ഈ ഒരു 2 ക്യാൻഡിലിന്റെ ലോ എടുത്തിട്ട് ഇവിടെ നേരത്തെ വരച്ച 1 ഹവറിന്റെ വരച്ച ഇംബാലൻസിൽ നിന്നും പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പരമാവധി ഒരു സെൽ എൻട്രി പെട്ടെന്ന് നോക്കാതെ ആയിരിക്കും നല്ലത്. ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്, അതായത് ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ അപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഇംബാലൻസിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ പറയാൻ കഴിയില്ല നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. എനിവേ നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇവിടെ പറഞ്ഞ ഇംബാലൻസിൽ നിന്ന് നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മറ്റൊരു കൺഫർമേഷൻ എന്നുള്ളത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇംബാലൻസ് ആയിരിക്കും എൻട്രി പോയിന്റ് വരുന്നത് ബൈക്ക്.
അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു കൺഫർമേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരും. ഇവിടെ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജും കൂടി കണക്കിലെടുത്തൊരു ബൈ എൻട്രിക്കുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിന് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഈ ഒരു സോണിന്റെ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇന്നലെ പറഞ്ഞ ഒരു 92 വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 92 എന്ന് പറയുന്നത് കുറച്ച് താഴെയുള്ള ഒരു ഏരിയ ആണ്. ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അതും വലിയൊരു വീഴ്ചയായിരിക്കില്ല, കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് വന്ന് മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ടായിരിക്കും വീഴുന്നുണ്ടാവുക എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ വലിയൊരു ക്യാൻഡിലോട് കൂടിയുള്ള ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഒരുപക്ഷെ ആ ക്യാൻഡിലേക്ക് വീണ്ടും റീടെസ്റ്റ് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെൽ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബൈ എൻട്രി സെൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ 2 ഏരിയയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് ഇതിന് താഴെയുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി, മറ്റൊന്ന് മൂന്നാമത്തെ ഒരു ഏരിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും കൺഫർമേഷൻ ആയിട്ടില്ല. ഇനി ഒരു എൻട്രി കൂടി സാധ്യത ഉണ്ട്. ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ വലിയൊരു ക്യാൻഡിലോട് കൂടി ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ, ഏരിയനെ ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ഇതിന്റെ മുകളിൽ, ഈ ഒരു ഏരിയയുടെ മുകളിൽ നമുക്കൊരു ബൈ എൻട്രി വീണ്ടും സാധ്യത ഉണ്ട്. വീണ്ടും പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഒന്ന് ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റിന് വന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 4 സിനാരിയോ പറഞ്ഞു. ആ 4 സിനാരിയോയിൽ ഇപ്പൊ നിൽക്കുന്ന കറന്റ് മാർക്കറ്റ് നിൽക്കുന്ന സിനാരിയോ ആണ് കുറച്ച് ഡൗട്ട്ഫുൾ ആവുന്നത്. എനിവേ ബാക്കി 3 എണ്ണത്തിന് നമുക്ക് പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ പാറ്റേണോ മറ്റോ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.